വരെ നമ്മുടെ കുഴുതേ ശരിക്ക് പറ്റി. ഇനിയിപ്പം ഉള്ള മീനെ പിടിച്ച് മാറ്റണം. അതിനകത്ത് കുറച്ച് കരിമ്പളത്തിയുണ്ട്, അത് കാണുന്നുണ്ട്. അപ്പം നമ്മൾ അതിനെ പയ്യെ പിടിക്കാനായിട്ട് പോവാണ്. കണ്ട താറാവ് കിടക്കുക, താറാവ്. അപ്പോൾ ഇത് നമ്മളിനി ക്ലീൻ ചെയ്തിട്ട് ഇതിനകത്തോട്ട് പുതിയ മീനെ ഇടാനുള്ള പ്ലാനാണ്. അത് അവിടെ ഒരു തടിയുണ്ട്, ചിലപ്പോൾ അതിനകത്തായിരിക്കും ആദ്യം മീൻ കാണും. അതിനകത്ത് നമുക്കതൊന്ന് നോക്കാം. അല്ല, അവിടെ ഒരു തടി കിടക്കുന്നുണ്ട്, നല്ല ഊഴ താണ്ടല്ലേ പുറകെ ഒരു കരിമീൻ. അതാണ് ഇവിടെ 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 ഇതേ കണ്ട. നമുക്ക് നോക്കാം. അയ്യോ കണ്ട പോകുന്നുണ്ടോ? കണ്ടോ? അതിനകത്തിപ്പുണ്ടോ കരിമീന? അതിനകത്തുണ്ട്. നമുക്ക് അങ്ങോട്ട് നടന്നു പോകാനായിട്ട്, മൊബൈലുമായിട്ട് അങ്ങോട്ട് നടന്നു പോകാനായിട്ട് പാടാം. ഏതായാലും വേറെ നമ്മുടെ ഉണ്ടേ അടുത്ത് ഇവിടെ കിടക്കുന്നുണ്ടോ? അങ്ങോട്ട് പോകാൻ അറിയാം. ഞാൻ ഇതായിപ്പോയി കളി. എവിടെ പോകാൻ, അവിടെ തന്നെ. അമ്മു വാളിയാ കിടക്കുന്നതാണോ? വള്ളത്തിയാ. കാരണം ഇവനെ വളരത്തില്ലേ, ചുമ്മാ. ഇത് നമ്മൾ വളർത്താനായിട്ട് ഇട്ടതല്ല, തൂമ്പ് തുറന്നപ്പം കയറിയ മീനാ. നമ്മളെ ഇതിനകത്തെ തൂമ്പ് ഇങ്ങനെ തുറന്ന് കിടക്കായിരുന്നു, അപ്പം കയറിയത്. അപ്പം ഇപ്പോഴാണ് നമുക്ക് മീൻ വളർത്താനായിട്ടുള്ളൊരാഗ്രഹം തോന്നിയത്. ഇത് കണ്ടോ, തലയും ഒക്കെ പിടിച്ചോണ്ടിരിക്കുന്നുണ്ടോ? അല്ലെ താണ്ടണം വലുതേ കിടക്കുന്നുണ്ടോ? നമുക്ക് ഏകദേശം ആ വലുതെങ്കിലും കിട്ടണം, നല്ല ഒരു 150 ഗ്രാം കാണത്തുള്ളൂ. ഇത് കണ്ടോ വരാൻ പറ്റിയിരിക്കുന്നത്. ഇപ്പം കണ്ടോണം എല്ലാം ചടയ്ക്കുന്നത്. അല്ല അടിപൊളി സാധനം. കിടക്കാം കണ്ട, ചുമ്മാ പെറുക്കുക. കണ്ടോ ഇത് പുള്ളിക്കരിഞ്ഞു വരാനുണ്ടോ? ആ പുള്ളിക്കകത്ത് ചാന്ന് കാണും. അതെ അതല്ല വലുതാ പോയത്. അതെ താണ്ടല്ലേ ഇതല്ല വലുതാ. കണ്ടോ? വാഗത്തി കണ്ടോ? വാഗ വലുത് അങ്ങോട്ട് പോയി നോക്കട്ടെ. അവിടെ കാണും. ഉണ്ടോ? അതാണോ നിങ്ങളെ അത് കാരണേ? അതെ അതും ചെറുമീനാളിയാ. ചെറുമീനാ? നാടൻ വരാലില്ല.
ചാക്കെടുക്കണ്ടായിരുന്നു, അത് ചാടിച്ചാടി വരും. ചാക്കെടുത്തില്ലായിരുന്നു. ഹായ് ഫ്രണ്ട്സ്, കുട്ടാട ഫിഷിങ്ങിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം കൂട്ടുകാരെ, നമ്മളൊരു ചെറിയ കുഴി കോരിയായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും കറക്റ്റായിട്ട് എടുക്കാൻ പറ്റിയില്ല, വേറൊന്നുമല്ല, ഭയങ്കര മഴയായിരുന്നു. അപ്പം നമ്മളിപ്പോൾ ആ മീനുമായിട്ട് നേരെ കുമരകം കൊണ്ടുപോവാണ്. കരിമീനുണ്ട്, പിന്നെ ചേർമീൻ പടപ്പാണ്. പടപ്പെന്ന് പറഞ്ഞാൽ ചെറിയ ചേർമീൻ, അതായത് വലിയ വലുതല്ല, 1 കിലോയുടെ സൈസല്ല. ഇതൊരു 1/2 കിലോ 3/4 കിലോ 4 കിലോ ഒക്കെ വരുന്ന സൈസാണ്. നമ്മൾ പടപ്പെന്നാണ് പറയുന്നത്. അപ്പോൾ അതുമായിട്ട് നമ്മൾ പോവാണ്. എന്നാ വിലയൊന്നും കിട്ടുമെന്ന് നമുക്കറിയത്തില്ല, ഏതായാലും നമുക്ക് അവിടെ ചെല്ലുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ എന്നാ വില കിട്ടുമെന്നും എങ്ങനെ ഉണ്ടെന്നൊക്കെ. അപ്പോൾ നമുക്ക് നേരെ പോകാം. അപ്പോൾ നമ്മളിന്ന് പോകുന്ന റൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആർലോക്കിൻ്റെ പടിഞ്ഞാറ് റോഡിൽ കൂടെ പോകുന്നത്. കാരണം പടിഞ്ഞാറ് റോഡിലായിരുന്നു, പടിഞ്ഞാറ് ഭാഗത്തായിരുന്നു നമ്മുടെ കുളം ഉണ്ടായിരുന്നത്. അപ്പോൾ അത് പറ്റിച്ചിട്ട് നേരെ അവർ ആ സൈഡാണ് പോകുന്നത്. അപ്പോൾ അതുവഴി പോകുമ്പോഴത്തേക്ക് നമുക്ക് ചിത്തിര പള്ളിയൊക്കെ കാണാം. ചിത്തിര കായലിൻ്റെ തോടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ചിത്തിര പള്ളിയൊക്കെ ഉണ്ട്, അത് കാണാം നമുക്ക്. അപ്പോൾ നമുക്ക് നേരെ കുമരകം പോകാം. ഈ കാണുന്നത് ചിത്തിരക്കായലാണ്, ചിത്തിര. അപ്പുറത്തോട്ട് മാറി ചിത്തിര പള്ളിയുണ്ട്. നല്ല മഴക്കാറാണ്. കൂട്ടുകാരെ, അതെ ഈ കാണുന്നതാണ് ചിത്തിരപ്പള്ളി, കേട്ടോ. ഇതാണ് ചിത്തിരപ്പള്ളി. എൻ്റെ ഫ്രണ്ടല്ല, ഫ്രണ്ടെന്ന് പറഞ്ഞാൽ പടിഞ്ഞാറോട്ടാണ് അതിൻ്റെ ഇത് ദർശനം കാണുന്നത്. അപ്പം നമ്മളിപ്പം തെക്കേ സൈഡിൽ കൂടെയാണ് വള്ളത്തെ പോകുന്നത്. ഇത് കണ്ട, ഈ കാട് പിടിച്ച് കിടക്കുന്ന ഒരു മോട്ടോർ തറയാണ്. അതിപ്പോൾ ഇല്ല, ഇപ്പം കൃഷിയില്ലല്ലോ. കൃഷിയായി കഴിയുമ്പോഴേ അത് ഓടിക്കത്തുള്ളൂ. ഇവിടെയും പുഞ്ചകൃഷി മാത്രമേ ഉള്ളൂ. കാരണം ഈ മട വീഴുന്നതിൻ്റെ മടശല്യം ഉണ്ടാകും. വെള്ളപ്പൊക്കത്തിന് മട വീഴാൻ ചാർജുള്ള പാടമൊക്കെ കണ്ടാ. ഒത്തിരി മലയാളം പടത്തിലുള്ള ഒരു പള്ളിയായി കാണുന്നത്. ഇതിൻ്റെ നേരെ അക്കരെ കാണുന്ന കായൽ റാണിക്കായലാണ്. റാണി കണ്ട. നമ്മളങ്ങനെ ആശാരിച്ചേരിയിലെത്തി. അല്ല, ഇവിടെ ഈ സൈഡ്. പുള്ളിയെ വിളിക്കണം, പുള്ളി ഞായറാഴ്ച അല്ലേ, അപ്പം അത് കാരണം പുള്ളി അടച്ചിട്ട് പോയിരിക്കുകയാണ്. നമുക്ക് വിളിക്കാം. അതൊക്കെയാണ് നമ്മുടെ കട. നമ്മളിപ്പോൾ നമ്മുടെ അശോകൻ ചേട്ടനെ വിളിക്കണം. നമ്മുടെ ചേർമീൻ പടപ്പ്. നമ്മുടെ കരിമീൻ. നമ്മുടെ കരിമീൻ നമ്മൾ അത്യാവശ്യം ഐസൊക്കെ ചെയ്തായിരുന്നു. ഇതിനിപ്പം തിരിയണം. ചേട്ടൻ തിരിയും. നമ്മളിവിടെ നോക്കി നിൽക്കും. കരിമീൻ വിലക്കുറവാ. കരിമീൻ തീരെ വിലക്കുറവാ ഇപ്പൊ. പറയാൻ കൂടെ പോര്. കണ്ട, നമ്മൾ കരിമീൻ കൊണ്ടുവന്നപ്പോഴത്തേക്കിന് അവിടെ നിന്ന് റിസോർട്ടിൽ നിന്ന് വിളിച്ച് ചോദിക്കുന്നത് കരിമീൻ വില എത്രയാണ്. പടക്കുന്ന സാധനം മേടിച്ചോണ്ടു. വിലയൊന്നും എഴുതിയിട്ടില്ല, ഇപ്പം വില ഇട്ടിട്ടില്ല. വില ഇപ്പം മീനില്ലാന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ അപ്പം പിന്നെ പ്രത്യേകിച്ച് വില ചോദിക്കണ കാര്യം. എല്ലാം ഉണ്ട്.
16 കിലോ ആ എടുക്കും. ഞങ്ങളിപ്പം കൊണ്ടുവന്നോളാം അതാ അവർ മനസ്സിലായോ. പതിനാറും 4 20. നോക്കി എടുക്കാൻ മറ്റേ തീർച്ചയായും ഒരു നാകാരി പടച്ചായാലും പോയിട്ട് മേടിക്കില്ല. പാചകത്തെ കൊണ്ടുവന്നപ്പോൾ ഇത്ര മീൻ കൊണ്ട് എടുക്കാതിരിക്കാൻ നോക്കുക. കൈയിടല്ലേ കാര്യം പറഞ്ഞു ഞാൻ എപ്പോൾ കണ്ടായിരുന്നു. ആണോ? ആ ശരി, ഒരു കാര്യമുണ്ട്. കൈയിട്ട് വാരി അത് ഞാൻ ഇവിടെ തന്നെ നോക്കി കൊണ്ടിട്ടല്ലേ. തിരിച്ച് ഒന്നും തിരിച്ചെടുക്കണം. കണത്തി ഒരാൾക്ക് വളർന്നു വളർത്തുകാർക്ക് ചത്ത കൊണ്ടുപോയി ഇത് കാര്യമില്ല. ചെറുതാണ്. വലുതായിരുന്നെങ്കിൽ പൈസയായിരുന്നല്ലേ അണ്ണ? വലുതായിരുന്ന പൈസയായിരുന്നല്ലേ? എന്നാ ചെയ്യാനാട്ടാ, വലുതായില്ല. അതിന് മുമ്പ് നമ്മുടെ കൈ വന്ന് നിങ്ങളുടെ കൈ വന്ന് പെട്ടുപോയി. നമ്മൾ കഴിവതും ഒഴിവാക്കി വിട്ടതാണ്. പക്ഷെ അവൻ പോകുന്നില്ല. അപ്പം കൂട്ടുകാരെ, നമ്മൾ മീനൊക്കെ കൊടുത്തിട്ട് തിരിച്ചു പോവാണ്. അപ്പോൾ നമുക്ക് കിട്ടിയ പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7100 രൂപ കിട്ടി. അതായത് നമ്മുടെ 100 ഗ്രാമിൻ്റെ കരിമീന് 400ഉം മറ്റേ അതിൻ്റെ ചെറുതിന് 150 രൂപ പ്രകാരമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ പടപ്പിന് അധികം വിലയൊന്നും കിട്ടില്ല. എല്ലാം കൂടെ പുള്ളി എടുത്തിട്ട് ഒരു ഓട വില കിട്ടും. എല്ലാം കൂടെ ടോട്ടൽ നമുക്ക് 7170 രൂപ കിട്ടും. അപ്പോൾ നമ്മൾ നേരെ വിട്ടുപോവാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.